ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈക്കോ ഉണ്ടോ. ഈക്കോ 5 സീറ്റർ വാഹനമാണ്, AC വരുന്ന വാഹനമാണ്. ഇത് 2017 മോഡൽ വണ്ടിയാണോ. ഈക്കോ എല്ലാവർക്കും ഇപ്പൊ നിലവിൽ വാൻ സെഗ്മെന്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും തിളങ്ങിയിരിക്കുന്ന കിങ് എന്ന് തന്നെ പറയാവുന്ന വണ്ടിയാണോ. അതിൽ 2017 ഈ വണ്ടിയെങ്കിലും ഫ്രഷ് കണ്ടീഷൻ തന്നെ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. 62,000 കിലോമീറ്ററാണ് ഈ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. അതിന്റെ ക്വാളിറ്റി നമുക്ക് വണ്ടിയിൽ നോക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ. സൈഡ് വ്യൂ നോക്കുമ്പോഴേ അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്ക് ഫാമിലി യൂസിനായാലും കൊമേഴ്ഷ്യൽ യൂസിനായാലും ഈ വണ്ടി ആപ്റ്റ് ആണോ. കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ തരത്തിലും ഒമിനിയനെ വെച്ച് നോക്കുമ്പോൾ അതിന് ഹൈറ്റും ബോഡി വെയിറ്റും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. വണ്ടിയുടെ ഇന്റീരിയർ നോക്കാം. ഇന്റീരിയർ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്ന ഡോറാണ്. നല്ല ക്യാബിൻ നോക്കുമ്പോഴായാലും നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ക്യാബിൻ ആണോ. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ലൊരു കാറിന്റെ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുള്ള ക്യാബിനും കാര്യങ്ങളൊക്കെയാണ്. ചിൽഡ് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സീറ്റ് കവറും ചെയ്ത് വിനയിലൊക്കെ ചെയ്ത് നല്ല വൃത്തി തന്നെ സൂക്ഷിച്ചിട്ടുള്ള വണ്ടിയാണ്. അല്ല, ബാക്ക് ഡോർ ഒന്ന് നോക്കാം. ബാക്ക് ഡോർ നോക്കുമ്പോൾ ഒമിനിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് തന്നെ ബോഡി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കയറ്റാനോ ഇറക്കാനോ അല്ലെങ്കിൽ കയറി ഇറങ്ങാനായാലും വളരെ കംഫോർട്ടബിൾ ആണ്. 5 സീറ്റർ വാഹനമാണ് കേട്ടോ. ഇവിടെ നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വിനയിലൊക്കെ ചെയ്ത് വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോഡി ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഈക്കോ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പഴക്കമുള്ള വണ്ടിക്ക് 17 മോഡൽ വണ്ടിക്കൊന്നും ഇത്രയും ബോഡി ക്വാളിറ്റിയുള്ള വണ്ടികൾ കാണാറില്ല. ഗ്രാഫിക്സ് പോലും ഒന്ന് പൊളിഞ്ഞു വീഴുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് നീറ്റ് ആയിട്ട് തന്നെയാണ് വണ്ടി ഉള്ളത്. ടയർ ഭാഗമൊക്കെ ഒരു 70% ടയർ ഉണ്ടോ. ഇതിന്റെ വീൽ സൈസ് ടയർ സൈസ് നോക്കുമ്പോൾ 13 ഇഞ്ച് ടയറാണ് വരുന്നത്. അത് റീപ്ലേസ്മെന്റ് സമയത്തൊന്നും ഒരുപാട് കോസ്റ്റ് തന്നെ ഇതില്ല കേട്ടോ. വണ്ടി നോർമൽ സ്വിഫ്റ്റിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഈ വണ്ടിക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതേ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇവിടെ സ്പോയിലറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണ് വണ്ടിയുള്ളത്. ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു കാർ എങ്ങനെ സൂക്ഷിക്കണം അതുപോലെ തന്നെ ഇതിന്റെ ഓർഡർ സൂക്ഷിച്ചിട്ടുണ്ടായിട്ടോ. വണ്ടിക്ക് ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ ബൂട്ട് ഡോർ നോക്കാം. ബൂട്ട് ഡോർ കഴിയുമ്പോൾ ഒരു വലിയൊരു ബാക്ക് ഡോറാണ് വരുന്നത്. നല്ല രീതിയിൽ ഓപ്പൺ ആവണം കേട്ടോ. അപ്പോൾ എന്ത് വലിപ്പമുള്ള സാധനങ്ങൾ വേണമെങ്കിലും കയറ്റാം. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് തന്നെ ഉണ്ട്. ഒരു ലോങ് ട്രിപ്പ് പോകണമെങ്കിൽ തന്നെ ആവശ്യത്തിന് ലഗേജും കയറ്റാം. അതുപോലെ ഒരു ബെഡ് ഇട്ട് കിടക്കാവുന്ന സ്പേസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഒരു ടൈലൈറ്റ് ഒക്കെ ആയാലും വളരെ മിനിമലായിട്ട് ചെറിയൊരു ടൈലൈറ്റും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴായാലും വണ്ടിക്ക് ഒരു സ്കോർപ്പിയോടെ ഒപ്പം തന്നെ ഹൈറ്റ് എന്ന് പറയാം. സ്കോർപ്പിയോനേക്കാളും ഇല്ല, ഇത്രയും വൈഡ് ആയിട്ടുള്ള വണ്ടിയാണ്. സേഫ്റ്റി സൈഡ് നോക്കുമ്പോഴായാലും ഒമിനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ടേജ് അത്യാവശ്യം സ്പേസ് എന്താ പറയുക ബോണറ്റ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്നുള്ള ക്രാഷ് ഒന്നും ഉള്ളിലേക്ക് ഒമിനിയുടെ അത്ര എളുപ്പത്തിൽ എത്തില്ല. എന്നാലും വാൻ സെഗ്മെന്റിൽ അത്യാവശ്യം സേഫ്റ്റി ഉള്ള വാഹനം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതേ വണ്ടി എടുക്കാൻ നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണോ. വണ്ടി ഓടിക്കാനായാലും വലിയൊരു വണ്ടിയിലിരിക്കുന്ന ഫീലാണോ. അത്യാവശ്യം ഹൈറ്റ് തന്നെ എല്ലാ വിസിബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ടേജ് ആയാലും അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് സേഫ്റ്റി സൈഡും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓടിക്കാനൊക്കെ വളരെ സിമ്പിൾ ആണ്. ലേഡീസിനായിട്ട് ഈസി ആയിട്ട് ഓടിച്ചു പോകാം കേട്ടോ. ഒരു അത്യാവശ്യം നോർമൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു കാർ ഓടിക്കുന്ന അതേ ഫീലിൽ തന്നെ ഈ വണ്ടി ഓടിച്ചു പോവാം. AC ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എത്ര ലോങ് വേണേലും പോകട്ടെ. എന്തെങ്കിലും റൂട്ട് സൈലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ലോങ് ട്രിപ്പിനോ കാര്യങ്ങൾക്കായാലും പോകാൻ സാധിക്കും. അപ്പോൾ ഈ ഈക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആയിരിക്കും. നിങ്ങൾക്ക് ഫാമിലി യൂസിനായാലും ഒരു കൊമേഴ്ഷ്യൽ യൂസിനായാലും നമുക്ക് ഒരേപോലെ കൺസിഡർ ചെയ്യാവുന്ന വണ്ടിയാണോ. അത്യാവശ്യം സേഫ്റ്റിയും കാര്യങ്ങളും ഉണ്ട്. ഏകദേശം ഒരു 15 കിലോമീറ്റർ മൈലേജും ഉണ്ട്. നല്ല AC ഒക്കെ ഇട്ട് ചില്ലായിട്ട് പോകട്ടോ. എത്ര ലോങ് വേണേലും വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യാം. നല്ല ഹൈറ്റുള്ള ഇരിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വണ്ടി കൊടുക്കാനുണ്ടോ. 2017 മോഡൽ വരുന്നത്. ഫ്രഷ് കണ്ടീഷനിലാണ് വണ്ടി നിൽക്കുന്നത്. 62,000 കിലോമീറ്റർ ടോക്ക് ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുക, റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുക. അത് ചെക്ക് ചെയ്താൽ മതി. പിന്നെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വിളിച്ച് നമുക്ക് ഈ വണ്ടി കണ്ട് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ വഴി നമുക്ക് ഫിനാൻസ് ചെയ്ത് തരാം. 35,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഉണ്ടാകാൻ സാധിക്കും കേട്ടോ, നല്ല പ്രൊഫൈൽ ഉള്ളവർക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.